വെൽക്കം ടു അവർ ചാനൽ സിറ്റി ഓഫ് ഫെനിക്സ്. ഇന്ന് നമുക്ക് ഒന്ന് രണ്ട് ഫ്രൂട്ട്സിനെ പരിചയപ്പെടാം. ഇത് നമ്മുടെ പെർസിമൺ ഫ്രൂട്ടാണ്. കണ്ടില്ലേ, നമ്മുടെ ഒരു തക്കാളിയുടെയും മുട്ടപ്പഴത്തിൻ്റെയൊക്കെ ഒരു ഷേപ്പിലിരിക്കും. ഇത് നമ്മുടെ നാട്ടിൽ കാക്കിപ്പഴം, കാക്കപ്പഴം എന്നൊക്കെ അറിയപ്പെടും. നോർത്തിലോട്ടൊക്കെ പോയാൽ ജപ്പാൻ ഫൽ, അമർഫൽ, അംലോഗ്, ആസാമിലൊക്കെ അങ്ങനെ അറിയപ്പെടുന്നത്. ലുക്കും, റാംഫൽ, ഷാരോൺ, കൊറിയൻ മാംഗോ, അമേരിക്കൻ ഖജൂർ ഇങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഡിവൈൻ ഫ്രൂട്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചൈനയിലും ജപ്പാനിലും കൊറിയയിൽ ഒക്കെ കൾട്ടിവേറ്റ് ചെയ്തിരുന്നൊരു ഫ്രൂട്ടാണ്. നേപ്പാളിലൊക്കെ കിട്ടുന്നൊരു ഫ്രൂട്ടാണ്. ഇതൊരു ഓറഞ്ച് കളർ വാക്സി ടൈപ്പ് സ്കിന്നുള്ളതാണ്. നമുക്കൊരു 15-20 ദിവസം വരെ ഇത് നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമ്മുടെ ഇന്ത്യയിലൊരു കാര്യം പറയുകയാണെങ്കിൽ അത് ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, ഉത്തരാഖണ്ഡ്, സിക്കിം, ഡാർജിലിംഗ്, അങ്ങനെയുള്ള അരുണാചൽ പ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇത് കൂടുതലായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നത്. തമിഴ്നാട്ടിലിപ്പം കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നുണ്ട്. കേരളത്തിലും ശ്രമിക്കുന്നുണ്ട്. തൃശ്ശൂരൊക്കെ ഇത് കൾട്ടിവേറ്റ് ചെയ്ത്, പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വിൻ്റർ സമയത്തായിരിക്കും ഇത് കൂടുതലായിട്ട് നമുക്ക് വളർച്ചയിലേക്ക് എത്തുന്നത്. ഭയങ്കര പാടാണ് ഇത് വളർത്തി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. പിന്നെ ഇത് ഒരുപാട് തരത്തിൽ നമുക്ക് കിട്ടും. ഫുയോ, ഹാച്ചിയ, ജിറോ എന്നൊക്കെ പറഞ്ഞ്. ഇത് ഇപ്പോൾ കാണുന്നത് ഒരു ഫുയോ ടൈപ്പാണ്. അതൊരു ക്രഞ്ചിയാണ്. ഹാച്ചിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ജ്യൂസി ടൈപ്പാണ്. ഈ ഫുയോ ക്രഞ്ചി ആണെങ്കിലും നല്ല പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാവും. പിന്നെ ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എനിക്കിഷ്ടപ്പെട്ട. അങ്ങനെയാണ്. ചില സമയങ്ങളിൽ ഇതിനകത്ത് നമുക്ക് സീഡ് കിട്ടാറുണ്ട്. വളരെ ചുരുക്കമാണ് സീഡ് കിട്ടുന്നത്. ആ സീഡിലൂടെ നമുക്ക് തണുപ്പിച്ചൊക്കെ എടുത്ത് 1 മാസത്തോളം ഒന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത് നമുക്ക് ഇതിനെ മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതാണ് നമ്മുടെ കാക്കപ്പഴം. ഇതൊരു വിദേശി പഴമാണ്. ഇത് വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ എ, ബി, സി, കെ, 0 ഫാറ്റുമാണ് റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. പിന്നെ ഇത് പ്രഗ്നൻസി ടൈമിലൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പെർസിമൺ ക്രാബിൻ്റെ കൂടെ കഴിക്കേണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അലർജി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പീനട്ട് ബട്ടർ ഫ്രൂട്ട്. പേര് പോലെ തന്നെ നിലക്കടല വെണ്ണയും ഒക്കെ ഒരു ടേസ്റ്റ് വരത്തക്ക രീതിയിലുള്ളതാണ്. അതിൻ്റെ പൂവും ഓരോ സ്റ്റേജാണ്. അത് വളർന്ന് വരുന്നതിൻ്റെ ഓരോ സ്റ്റേജാണ്. അതിനോടൊപ്പം തന്നെ ആ വൈറ്റ് കളറ് സീഡാണ്. കണ്ടോ, അത് മുള പൊട്ടി വന്നേക്കുന്നത് നമുക്കത് കാണാൻ പറ്റും. നമുക്കപ്പം ഈസി ആയിട്ട് തന്നെ അത് വളർത്തിയെടുക്കാനും പറ്റും. കണ്ടോ, അത് പഴുത്ത് കഴിയുമ്പോൾ ഒരു പൾപ്പായിട്ടായിരിക്കും അതിനകത്ത് വരുന്നത്. അതിൻ്റെ ആ സീഡ് നമുക്ക് കഴിച്ച് നോക്കിയാൽ ഒരു നിലക്കടലയുടെ ഒരു ടേസ്റ്റ് പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്ക് 1 ടൈം കഴിക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റേ ഉള്ളായിരുന്നു. മറ്റേ കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതും 1 ടൈം കഴിക്കാനുള്ള ഇഷ്ടമേ നമുക്ക് തോന്നത്തുള്ളൂ കേട്ടോ. ആ ഒരു ഒത്തിരി പഴുക്കാത്തത് നമുക്ക് കടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ക്രഞ്ചി ഒരു ഫീലിങ്ങും കിട്ടും. അതിൻ്റെ സീഡ് കഴിക്കാനും കുറച്ച് ഒരു ഇച്ചിരി പച്ചക്കടല കഴിക്കുന്നൊരു ടേസ്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് നല്ല പഴുപ്പായിട്ടുള്ളതിൻ്റെ സീഡാണ് നമുക്ക് കിളിപ്പിച്ചെടുക്കാവുന്നത്. തനിയെ തറയെ വീണ് കിളിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു വിദേശി പഴം തന്നെയാണ്. കൊളംബിയ, വെനിസ്വേല, പെറു അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന ഒരു ഇതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് വളരും. കാരണം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് ഇത് വളരാൻ പറ്റിയതാണ്. പെർസിമൺ പോലല്ല, അത് വിൻ്ററിലല്ലേ വളരത്തുള്ളൂ. പിന്നെ വൈറ്റമിൻ എ, സി, പ്രോട്ടീൻ, സിങ്ക് ഒക്കെ റിച്ച് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുടിയുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. പിന്നെ പോസ്ട്രേറ്റും പാൻക്രിയാറ്റിക് ക്യാൻസേഴ്സ് കുറയ്ക്കാനും കൊളസ്ട്രോളും കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും നല്ലത് തന്നെയാണ്. പക്ഷേ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ നമുക്കുണ്ടാകും. പിന്നെ ഇത് നമുക്ക് ഇപ്പം ഇതിൽ തന്നെ കിളികളൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ വിത്ത് താഴെ വീണിട്ട്
അവിടുന്ന് തന്നെ കിളിച്ച് വരുന്നുണ്ട്. ഒരു കുറച്ചൊന്ന് വളരുന്നിടം വരെ അവിടെ തന്നെ നിർത്തിയിട്ട് പിന്നെ ഇളക്കി നമുക്ക് നട്ടെടുക്കാവുന്നേ ഉള്ളൂ. ഒരു 3 മാസം ആകുമ്പം തന്നെ കായ്ഫലം അത് തരുന്നൊരു തരം ഫ്രൂട്ടാണ്. പക്ഷേ നമുക്ക് അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. നഴ്സറീസിലൊക്കെ കിട്ടും. നമുക്കത് ആദ്യത്തെ ഒരു കഴിക്കുന്നൊരു മിറക്കിൾ ഫ്രൂട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ ആദ്യം കഴിക്കുന്നൊരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഇതിനുള്ളൂ. ഗുണമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാലുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുമല്ല നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, അത്രയും എനിക്കിഷ്ടപ്പെട്ടില്ല. ഒരു 1 ടൈം അല്ലെങ്കിൽ ഒരു 2 തവണയൊക്കെ കഴിക്കേണ്ടത് നിറയെ പിടിക്കും. വിദേശിയായ 2 പഴത്തെ പറ്റിയുള്ള വിവരങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ബൈ ബൈ, സീ യു.